യേശു കർത്താവ് ബെഥേസ്ദ എന്ന കുളക്കരയുടെ കരയിൽ നിൽക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ആ 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യനോട് യേശു ചോദിക്കുകയാണ്, സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോ അടുത്ത വാക്യത്തിൽ ആ മനുഷ്യൻ യേശുവിനോട് മറുപടി പറയാണ്, കർത്താവേ, എന്നെ ഈ കുളത്തിലേക്കാക്കുവാൻ എനിക്ക് ആരുമില്ല. എന്നെ കുളത്തിലേക്കാക്കുവാൻ എനിക്കാരുമില്ല. യേശു ചോദിക്കുന്നു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? പക്ഷെ അവൻ പറയുന്നു, എന്നെ ഈ കുളത്തിലേക്കാക്കാൻ എനിക്കാരുമില്ല. എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ചിന്തയിൽ, അവന്റെ നിരൂപണത്തിൽ, അവന്റെ വിശ്വാസത്തിൽ കുളത്തിൽ ഇറങ്ങുന്നവൻ മാത്രമേ സൗഖ്യമാകത്തുള്ളൂ. ഇന്ന് വരെ അവൻ കണ്ടിട്ടുള്ളത് കുളത്തിലിറങ്ങിയവർ സൗഖ്യമായതാണ്. ഇന്ന് വരെ അവൻ കേട്ടിട്ടുള്ളത് കുളത്തിലിറങ്ങിയവർ സൗഖ്യമായതാണ്. അവൻ പറയുന്നു, ഈ കുളത്തിലിറങ്ങാതെ എനിക്ക് സൗഖ്യം ഉണ്ടാകത്തില്ല. എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്കാരുമില്ല എന്ന് യേശുവിനോട് പറയുമ്പോൾ, ആ 38 വർഷം രോഗിയായവന്റെ അകത്ത് ഒറ്റ ചിന്തയാണുള്ളത്, സൗഖ്യമാകണമെങ്കിൽ, വിടുതലുണ്ടാകണമെങ്കിൽ കുളത്തിലിറങ്ങണം. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നീ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് വേണ്ടിയുണ്ട്. കുളത്തിലിറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ളത് നിന്റെ ചിന്തയാണ്. എനിക്ക് നിന്നെ കരയിൽ സൗഖ്യമാക്കാൻ കഴിയും. നിന്റെ പക്കലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. നിന്റെ കയ്യിലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. വിശ്വസിക്കുന്നവരെന്ന് ആത്മാവിൽ അത് സ്വീകരിച്ചേ.